വയനാട് മക്കിമലയിൽ അതീവ ജാഗ്രതയാണ്. തലപ്പുഴ പുഴയിൽ കുത്തൊഴുക്കാണ്. കാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായി എന്നൊരു സംശയമുണ്ട്. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, മക്കിമലയിൽ മണ്ണിടിഞ്ഞു എന്ന ഒരു വിവരമുണ്ട്. കനത്ത മലവെള്ളപ്പാച്ചിലാണോ? മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. കലങ്ങി ഒഴുക്കാണ് അവിടെ ഉള്ളത്, അല്ലേ? അരുൺകുമാർ, ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഈ മേഖലയിലുണ്ട്. രാവിലെ മുതൽ തന്നെ കനത്ത മഴ തലപ്പുഴയിലും അതുപോലെ തന്നെ മക്കിമലയിലുമുള്ള സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ കനത്ത മഴയെ തുടർന്നാണ് വനമേഖലയിൽ എവിടെയോ ഇത്തരത്തിൽ ഉരുൾപൊട്ടിയതായ ഒരു സംശയം പ്രദേശവാസികൾ പറയുന്നുണ്ട്. പക്ഷേ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആ മേഖലയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലും കുത്തൊഴുക്കുമുണ്ട്. മക്കിമലയിലും പാലാക്കുളി ഡിവിഷനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ വലിയ കുത്തൊഴുക്കും മലവെള്ളപ്പാച്ചിലും ഉണ്ടായിട്ടുള്ളത്. വനമേഖലയിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും ഉരുൾപൊട്ടൽ സമാനമായ രീതിയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ കൂടുതൽ സ്ഥിരീകരണം വെളിച്ചമായാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ കമ്പമല, മക്കിമല തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ കുന്നുകളുണ്ട്. ഈ കുന്നുകൾക്കിടയിലൂടെയൊക്കെ ചെറിയ നീർച്ചാലുകൾ വേനൽക്കാലത്തുണ്ടാകും. പിന്നീട് അത് മഴ പെയ്യുന്ന സമയത്ത് വലിയ നദി പോലെ വലിയ ശക്തിയിൽ കുത്തൊഴുക്ക് ഉണ്ടാകുന്ന പ്രദേശമാണ്. ഈ മേഖലയിലാണ് ഇത്തരത്തിൽ വലിയ കുത്തൊഴുക്ക് ഇപ്പോൾ ഉള്ളത്. മലവെള്ളപ്പാച്ചിലും ആ മേഖലയിൽ ശക്തമായുണ്ട്. ഏതായാലും ഈ വയനാട്ടിലെ NDRF സംഘം ദുരന്ത സാധ്യത മുന്നിൽ കണ്ട് നേരത്തെ തന്നെയുള്ള NDRF സംഘം ജില്ലയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം ഈ മേഖലയിലുണ്ട്. തലപ്പുഴയിലെ മക്കിമലയുടെ തീരത്തൊക്കെ കുറച്ചധികം ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട്, അല്ലേ ദീപക്? അതായത് അരുൺകുമാർ, മക്കിമലയ്ക്ക് അടുത്തുള്ള വനമേഖലയിലാണ് ഈ മലവെള്ളപ്പാച്ചിലുള്ളത്. ഈ സമീപ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ജനവാസ മേഖലയല്ല. അതുകൊണ്ട് തന്നെ ആളപായങ്ങൾ ഇല്ല എന്നാണ് പ്രദേശവാസികളും ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്. ആശ്വാസമാണ്. എങ്കിലും മക്കിമലയിൽ തലപ്പുഴ പുഴയിലാണ് ഇപ്പോൾ കുത്തൊഴുക്ക് വളരെ ശക്തമായിട്ടുള്ളത്. കലങ്ങി മറിഞ്ഞു ഒഴുകുകയാണ്. കാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ളതാണ് സംശയമുള്ളത്. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്നും. മക്കിമലയിൽ മണ്ണിടിച്ചിലുണ്ടായോ എന്നൊരു സംശയമുണ്ട്.